ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ വ്ളോഗാണ് ഇന്ന്. പക്ഷേ കല്യാണത്തിൻ്റെ വ്ളോഗ് ഞാൻ എടുക്കുന്നത് സൺഡേ ആയിരുന്നു കല്യാണം. ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം സൺഡേ എനിക്ക് ഇൻട്രോ എടുക്കാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ല, ഒരു വീഡിയോസ് എടുക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടിയില്ല. കാരണം രാവിലെ മേക്കപ്പ് ചെയ്യാൻ ആൾ വന്നായിരുന്നു, അപ്പോൾ മേക്കപ്പ് ചെയ്യണമായിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങളിൽ തിരക്കായിരുന്നു. സൺഡേ കംപ്ലീറ്റ്ലി തിരക്കായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല. പിന്നെ ഞാനൊരു അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനുണ്ട്, അവനെ കൊണ്ട് ജെറിൻ എന്നാണ് പേര്. അവൻ എനിക്ക് മാക്സിമം വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് എനിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഈ വ്ളോഗിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവനെടുത്ത് തന്നേക്കുന്ന വീഡിയോസ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെഡ്ഡിങ് വ്ളോഗ് എനിക്ക് അത്യാവശ്യം എന്തൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഗീതിൻ്റെയും ഹൽദിയുടെയും ഒന്നും എനിക്കൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ലായിരുന്നു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു 3 ദിവസവും നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നേരം ഒരു ഇൻട്രോ എടുക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ട്യൂസ്ഡേ നമുക്ക് എല്ലാവരും ഒന്ന് പോയി ഒരു ഫ്രീ ആയ ടൈം ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ പന്തൽ കഴിച്ചു. ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ഡേയിലേക്ക് നമ്മൾ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറച്ചൊരു തിരക്കൊക്കെ ഉണ്ട്. എന്നാലും ഒരു വീഡിയോ എടുക്കാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ എടുത്തതാണ്. ഇന്നലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ക്ലീൻ ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ എടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ മൂഡും അത്ര ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യങ്കാർ വീട്ട് അഴകേ, അയ്യങ്കാർ വീട്ട് അഴകേ, അയ്യങ്കാർ വീട്ട് അഴകേ, போலழகி பிறக்கவும் இல்லை, இனிமேல் பிறந்தால் அது நம் பிள்ளை. உன் போல் சமத்து உலகினில் இல்லை, காதலன் சமத்து காதலில் தொல்லை. அறியாமைதான் இங்கே பேரின்பம் அன்பே, காதலின் வகுப்பில் மாணவன்தான் பண்டிதனே. ஐயங்கார் வீட்டு அழகே, ஐயங்கார் வீட்டு அழகே, ஐயங்கார் வீட்டு அழகே. தீபம் ஜ்வலிக்க கோலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர, சுமங்கலி மாதர் ஆரத்தி எடுக்க மனவரை காணும் சுபதினமே. வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர, மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம். செல்ல கிளி தானும் மெல்ல நாணம் கொண்டாளே, முல்லை கமழ்வது போலே தெய்வீக பந்தம் காணும். தீபம் ஜ்வலிக்க கோலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர, சுமங்கலி மாதர் ஆரத்தி எடுக்க மனவரை காணும் சுபதினமே. மாதவ மாமவ தேவ கிருஷ்ண யாதவ கிருஷ்ண யதுகுல கிருஷ்ண, மாதவ மாமவ தேவ கிருஷ்ண யாதவ கிருஷ்ண யதுகுல கிருஷ்ண, மாதவ மாமவ தேவ கிருஷ்ண யாதவ கிருஷ்ண யதுகுல கிருஷ்ண, மாதவ மாமவ தேவ.
ക്ഷീരസാഗര ശയന ക്ഷീരസാഗര ശയന ക്ഷീരസാഗര ശയന ക്ഷീരസാഗര ശയന చింతల బేటవలేనా రామా చింతల బేటవలేనా రామా క్షీర సాగర శయన వారణ రాజును బ్రోవను వేగమే వారణ రాజును బ్రోవను వేగమే వారణ రాజును బ్రోవను వేగమే వరణ రాజును బ్రోవను వేగమే వచ్చినది.
तन्तुनानेन मम जीवनहेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् माङ्गल्यं तन्तुनानेन मम जीवनहेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरे मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरे आनन्दमानन्दम् आनन्दमे परमानन्दमानन्दम् आनन्दमे नाम सीता पूजा फलम् इन्द्रे बलितदम्मा नाम सीता पूजा फलम् इन्द्रे बलितदम्मा आनन्दमानन्दम् आनन्दमे परमानन्दमानन्दम् आनन्दमे கண்ணே என் மீது சாயமா பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவமா நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா தண்ணீராய் மேகம் தூவும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ മിന്നാമീനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ്
മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണേ കാർത്തിക നാൾ രാത്രിയിലൻ കൈക്കുമ്പിളിൽ വീണുമുത്തേ കൈ വളർന്നു നീ വളർന്നു കൺമണിയാ തീർന്നതല്ലേ നിൻ ചിരിയും നിൻമൊഴിയും പുലരി നിലാവാ പൂത്തതല്ലേ ഈ വിരഹം ക്ഷണികമല്ലേ എന്നെന്നും നീ എന്നരികിലില്ലേ തിത്തി തിത്തി നൃത്തം വയ്ക്കും പൂന്തെന്നൽ മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി തുമ്പക്കുടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ Is my
വച്ചോനെ കണ്ടൂനെ കണ്ണൻ ചിക്കാൻ പോരും മച്ചോനെ നെഞ്ചോരം ചോരണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാളം ചൂടുമ്പോ കൊണ്ടാടണ്ട് കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ല കട്ടാറുണ്ട് കടലിലെ പന്തൽ കെട്ടിപ്പപ്പും മുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊക്കെ ഒരു നോർമൽ ലൈഫിലേക്ക്, നോർമൽ ഡേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്തൊക്കെയോ ഒരു മിക്സഡ് ഇമോഷൻസാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും തോന്നുന്നത്. ഇപ്പോൾ വീട്ടിലിപ്പോൾ ഞാനും അച്ഛനും അമ്മയും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി എല്ലാവരും പോയി. ഇപ്പോൾ എന്താ പറയുക, കംപ്ലീറ്റ്ലി നമുക്ക് ഈ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ് ഇപ്പോൾ വീടിരിക്കുന്നത്. ഭയങ്കര ഒരു സൈലൻസ് ആണ്. പിന്നെ ആക്ച്വലി ഇവിടെ വീട്ടിൽ ചേച്ചിയാണ് കുറച്ചും കൂടി സൗണ്ടൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത് ചേച്ചിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ പോയത് കൊണ്ട് നമുക്കിവിടെ എന്താ പറയുക, ഭയങ്കര സൈലൻസ് ആണ്. ഞാൻ ചേച്ചി ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും, ഞങ്ങൾ 4 പേരും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഓളമുള്ളൂ. ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, എന്തൊരു ഫീലാണ്. മേ ബി എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും, എല്ലാവരുടെയും വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കറിയായിരിക്കും. പക്ഷെ ഞങ്ങൾ 4 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മൾ 4 പേരും കൂടി ഒരുമിച്ചിരുന്നത് ഷെയർ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരാൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിലാണ്, ആ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ 3 പേരും ഇപ്പോൾ അങ്ങനത്തെ ആ ഒരു ഫീലിലാണ്. ചേച്ചി ഇപ്പോൾ പക്ഷേ ഹാപ്പിയാണ് കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് 4 പേര് എന്നുള്ളത് ഇപ്പോൾ 5 പേരായിട്ടുണ്ട്. ചേട്ടനും കൂടി വന്നു. നമ്മുടെ ഫാമിലി ഇപ്പോൾ ഒന്നും കൂടി വലുതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സന്തോഷമുണ്ട്. പക്ഷേ സന്തോഷത്തിൻ്റെ കൂടെ ഒരു ചെറിയൊരു, ചേച്ചി ഇവിടെ ഇല്ല, ഡെയിലി നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഡെയിലി നമ്മുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഒരാളില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെയുള്ള ഒരാളില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും അതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷമാണുള്ളത്. കാരണം ചേച്ചി 10 വർഷം കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു നമുക്ക് കഴിഞ്ഞു പോയത്. ചേച്ചിയുടെ ഏറ്റവും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് കഴിഞ്ഞു പോയത്. ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത്, ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. കുറേ ആൾക്കാർ വന്നായിരുന്നു, അവരോടൊക്കെ ഒരു ബിഗ് താങ്ക്സ്. കുറേ ആൾക്കാരെ സംസാരിക്കാൻ പറ്റിയില്ല, കുറേ ആൾക്കാരുടെ അടുത്ത് നമുക്ക് കാണാതെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ വന്നവരോട് എല്ലാവരും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ പറയുക, എനിക്ക് കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഹൗ ഡു ഐ ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആണ്. ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുമ്പോഴത്തേക്കും മേ ബി അവർക്ക് ചേച്ചി ഇത് കേൾക്കുവാണെങ്കിൽ ചേച്ചി ഒന്നും തോന്നില്ല. കാരണം ഞാൻ ഇങ്ങനെയൊന്നും എക്സ്പ്രസ് ചെയ്തില്ല. ഞങ്ങൾ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടേ സംസാരിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, എനിക്ക് വീട്ടിൽ താഴെ ഒന്നും ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മേളിലേക്ക് ഞങ്ങളുടെ റൂമിൻ്റെ ആ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, എന്തൊക്കെയോ ഒന്ന് പോയ പോലത്തെ ഒരു ഫീലാണ്. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് കിടന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ, ഞങ്ങൾ അറിയാവുന്നവരാണെങ്കിലും എല്ലാവരും എപ്പോഴും പറയുന്നത് അവർ വിക്രമാദിത്യനും വേതാളവും പോലെ 24 മണിക്കൂർ ഒരുമിച്ചുള്ള ആൾക്കാരാണ് എന്നാണ് പറയാറ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മിസ്സിങ് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ചേച്ചി ഇങ്ങോട്ട് വരും. പക്ഷേ നമ്മളുടെ ലൈഫ് നോർമൽ ആയിരിക്കില്ല, എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന പോലെ ആയിരിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് സന്തോഷവുമുണ്ട്. നമ്മുടെ ഫാമിലി കുറച്ചും കൂടി വലുതാകുകയാണ്, ഇനിയും വലുതാകും എന്നൊക്കെ ഉള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വിഷമമുണ്ട്. എപ്പോഴും എൻ്റെ A to Z കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നതും ചേച്ചി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മിസ്സിങ് ഉണ്ട്. ഞാൻ മാക്സിമം എന്താ പറയുക, നമ്മളുടെ ഈ സങ്കടമൊക്കെ വരുന്നത് ഞാൻ മാക്സിമം, ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്കത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം വരും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു കാര്യമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്.
അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ്. സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഉള്ളൊരു മിക്സഡ് ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എനിവേസ് ഐ എം ഹാപ്പി ഫോർ ഹർ. കാരണം അവൾ 10 വർഷം കാത്തിരുന്നതാണ്. അവളുടെ ഇഷ്ടപ്പെട്ട ആളെ തന്നെ അവൾക്ക് കല്യാണം കഴിക്കാൻ നല്ല ഭംഗിയായിട്ട് തന്നെ കല്യാണം നടന്നു. അതുകൊണ്ട് അല്ലാത്ത ഞാൻ ഒരു 99% ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഒരു 1% എവിടെയോ ഒരു മിസ്സിങ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചേച്ചി അവിടെ സന്തോഷമായിട്ട് സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് കൂടുതൽ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇനി വീഡിയോ ചെയ്യും. കാരണം ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.